നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹി സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്യാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പെല്ലറ്റ് ആക്രമണം നടത്തിയത് ഏത് വകുപ്പിൽ, ആരോട് ചോദിച്ചിട്ട്? സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് രാജ്യത്ത് സമൂഹ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം ആരെങ്കിലും നടത്തുന്ന സാഹചര്യത്തിൽ, അതും അതീവ ദുർഘടം പിടിച്ച സാഹചര്യത്തിൽ ഒക്കെയാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിന് ന്യായമായ ഒരു ഉത്തരം നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ സർക്കാരോ നാളിന്ന് വരെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ല. ഇപ്പോഴുമില്ല എന്നുള്ളതാണ് സത്യം. അർദ്ധരാത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അത് കേവലം ഒരു തണുപ്പിക്കൽ മട്ട് മാത്രമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് വെറും ഒരു സ്റ്റണ്ട്, അതായത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ അതീവ ദുഃഖകരമായി സംസാരിക്കുകയാണ്, കാരണം ഇവിടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഖേദിക്കുന്നു. ഇതൊക്കെ എത്ര നാൾ കേട്ടതാണ്. നാടകം കളിക്കാൻ മോദിയെ കവിഞ്ഞ ഒരു വ്യക്തിയുള്ളൂ. ഏറ്റവും മികച്ച നാടക നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് എത്രയോ തവണ ലഭിക്കേണ്ടതായിരുന്നു. ഈ 12 കൊല്ലവുമായി അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പൊട്ടക്കളിപ്പിക്കുകയല്ലേ എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നരേന്ദ്രമോദി അധികാരത്തിൽ കയറി 12 കൊല്ലമാകുമ്പോഴും ഈ രാജ്യത്തെ സാധാരണക്കാർ ഞെരിഞ്ഞമർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണിത്. പെല്ലറ്റ് ആക്രമണവും അതുപോലെ തന്നെ ആണി കുത്തിക്കയറ്റിയ ലാത്തി കൊണ്ടുള്ള ആക്രമണം, അതുവഴി വിദ്യാർത്ഥികളെ മാരകമായി മുറിവേൽപ്പിക്കുക, അവരെ കൊലയ്ക്ക് കൊടുക്കുക, ഇത്തരത്തിലുള്ള ഏറ്റവും വൈകൃതമായിട്ടുള്ള അപരിഷ്കൃത നയങ്ങൾ ആര് പറഞ്ഞിട്ടാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്? ഡൽഹി പോലീസ് ആരുടെ കീഴിലാണ് എന്ന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കീഴിലാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഒന്നും ഇവിടെ സമരം ചെയ്യുന്ന സമരാനുകൂലികൾക്ക് ഒരു തണ്ടിയേ അല്ല. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ പോകും. അടുത്തത് നിതിൻ ഗഡ്കരി, അത് കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ, ഇങ്ങനെ ലിസ്റ്റ് നീണ്ടു പോകും. പക്ഷേ ഇതിൽ ഇടയിൽ ഒരു മഹാനെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് അമിത്ഷാ, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ. ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ ദീക്ഷയെടുത്ത് നടക്കുന്ന അമിത്ഷാ. ഗുജറാത്ത് കലാപ കേസുമായി ബന്ധപ്പെട്ട് പണ്ട് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ട് കൃത്യമായി പരാമർശിച്ച, അതല്ലെങ്കിൽ സഞ്ജീവ് ഭട്ട് അടക്കമുള്ളവർ ഏറ്റവും നഖശികാന്തം അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്ന സാഹചര്യമുണ്ട്. പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അമിത്ഷാ ജയിലിലേക്ക് പോകുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഈ രാജ്യമൊട്ടാകെ അറിയാം. അമിത്ഷാ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്ഥാനങ്ങൾ പിടിച്ചു കയറിയതെന്നും എല്ലാവർക്കും അറിയാം. പൊടുന്തനെയായിരുന്നു അമിത്ഷായുടെ വളർച്ച. അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജൂനിയറാണ്. 60ാമത്തെ വയസ്സിൽ ഇത്രയും വലിയ സുഖ സൗകര്യങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അമിത്ഷാ ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള സമര പരിപാടികൾ അടുത്ത ഘട്ടത്തിൽ ആഹ്വാനം ചെയ്യാൻ CJP തയ്യാറാവുകയാണ്.